ഹൈക്കോടതി വളപ്പിൽ പാർക്ക് ചെയ്തിരുന്ന അഭിഭാഷകരുടെ 8 കാറുകൾ സാമൂഹ്യ വിരുദ്ധർ പഞ്ചറാക്കി. അന്വേഷണം ആവശ്യപ്പെട്ട് അഭിഭാഷക അസോസിയേഷൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖിന് കത്തയച്ചു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഈ വക്കീലന്മാരുടെ കാറ് കയറി ആക്രമിക്കാൻ, അതും പഞ്ചറാക്കി വിടാൻ എന്താ വല്ല പ്രതികൾ വല്ലതാണോ ഇവർ? വക്കീലന്മാർക്ക് രക്ഷയില്ല എന്നുള്ളതാണ് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ആരാണ് പഞ്ചറാക്കിയതെന്ന് ഇപ്പോഴും വ്യക്തമല്ല. കഴിഞ്ഞ 7-ാം തീയതിയാണ് ഈ സംഭവം എന്നാണ് മനസ്സിലാക്കുന്നത്. 8-ലധികം കാറുകളാണ് ഈ കൂട്ടത്തോടെ പഞ്ചറായത്. ഗവൺമെന്റ് ലീഡർമാരുടെ ഉൾപ്പെടെ കാറുകൾ ഇതിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഹൈക്കോടതി പോലെ ഇത്രയും അതീവ സുരക്ഷാ മേഖലയിൽ ഈ ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ അനുവദിച്ച സ്ഥലത്താണ് പാർക്ക് ചെയ്തിരുന്നത്. അവിടെ കയറിയാണ് ഇത്തരത്തിൽ ഒരു അനധികൃത പരിപാടി സാമൂഹ്യ വിരുദ്ധരുടെ ഭാഗത്തുണ്ടായത്. ഇതിൽ അതീവ ഗൗരവമായ ഒരു സംഭവം കൂടിയുണ്ട് സുരക്ഷയുമായി ബന്ധപ്പെട്ട്. അതെല്ലാം പരിശോധിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ ആക്ടിംഗ് ജസ്റ്റിസിന് കത്തയച്ചിരിക്കുന്നത്. വിശദമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ഇവിടെ ഈ അനധികൃതമായുള്ള പാർക്കിംഗ് അത് നിരോധിക്കാനുള്ള നടപടികൾ വേണമെന്നും അഭിഭാഷക സമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ സണ്ണി പായിപ്പാട്, അതൊരു ടെലിവിഷൻ വ്യൂവറാണ്, നമ്മുടെ 24/7 കാണുന്ന ആളാണ്. KSEB അനാവശ്യമായി കൂടുതൽ ഡിപ്പോസിറ്റ് വേണമെന്ന് പറഞ്ഞ് ഉപഭോക്താക്കളെ ബുദ്ധിമുട്ടിക്കുന്നു. ഇത് ശരിയായ നടപടിയല്ല എന്നാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. അതുപോലെ മലപ്പുറത്തെ കരുവാരക്കുണ്ടിൽ ഉമ്മച്ചൻ ഇങ്ങനെ ഒരു സന്ദേശം അയച്ചു. ശ്രീകണ്ഠ സാറേ, സാറിന് കൂടോത്രത്തിൽ വിശ്വാസമുണ്ടോ? ആരെങ്കിലും സാറിന് കൂടോത്രം വല്ലതും ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ടാണോ സാറിന് കുറച്ച് ദിവസമായി എന്തോ മാതിരി ഒരു ക്ഷീണം പോലെ എന്ന് പറഞ്ഞു. കൂടോത്രത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത്തരം ക്ഷീണമൊന്നും എന്നെ സ്വാധീനിക്കാറില്ല. ശരിക്കും എൻ്റെ ശരീരത്തെക്കുറിച്ച് എനിക്കല്ലേ അറിയാവുന്നത്. എൻ്റെ ഉമ്മച്ചൻ കരുവാരക്കുണ്ടേ, അങ്ങനെ ഒരു പ്രശ്നമില്ല. താങ്കൾ കുണ്ടിൽ വീഴാൻ നോക്കിക്കോളൂ.